ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു MK Gamer. സോ ഇന്ന് നമ്മളൊരു കിടിലൻ ഗെയിമാണ് ഗൈസ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. സോ ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. സോ വീഡിയോയിലോട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1K ആണ്. ഇത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി നമുക്ക് 1K ചെയ്യാൻ. സോ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ സൂപ്പർ മാർക്കറ്റ്. ഇത് നമ്മുടെ PC-യിലുള്ള സെയിം ഗെയിം തന്നെയാണ്. PC-യിലുള്ള അതേ ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിന്. ഓക്കെ, സോ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കുറേ പേർക്കൊന്നും കാര്യം അറിയത്തില്ല, ഈ ഗെയിം നമ്മുടെ പ്ലേ സ്റ്റോർ ഓൾറെഡി ഉണ്ട്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഗെയിം കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ സൂപ്പർ മാർക്കറ്റ്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ കറൻ്റ് നമ്മുടെ കടയിൽ പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ഇത് ലോക്കാണോ? ഓക്കെ, ഇത് ലോക്കാണ്. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റാർട്ടപ്പ് ആയിട്ട് $50 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ നമുക്കൊരു ബ്രെഡ് ഓർഡർ ചെയ്യാം, പിന്നെ ഒരു ഫ്ലോർ ഓർഡർ ചെയ്യാം, പിന്നെ ഓയില്, പിന്നെ പാസ്ത. ഓക്കെ, എൻ്റെ പോലെ $54 അത്ര നമ്മുടെ ഇല്ല. ഓക്കെ, നമ്മൾ 3 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പുറത്തുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതെന്താണ്? ഇത് ഷുഗറാണെന്ന് തോന്നുന്നു. അതെ, ഷുഗറാണ് ഗൈസ്. ഓക്കെ, നമുക്കിത് മുകളിൽ വയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് റെഡിയാക്കിയാണ്. നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റും കൂടി കൊണ്ട് വയ്ക്കണം. സെക്കൻഡ് പ്രൊഡക്റ്റ് ഇതെന്താണ്? ഇത് ഓയിലാണ് ഗൈസ്. ഓക്കെ, ഓയിലാണ്. ഓയിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റും കൂടി അവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇത് ബ്രെഡാണ്. ബ്രെഡ്. ഓക്കെ, നമുക്കിത് ഇവിടെ വയ്ക്കാം. ഓക്കെ, വെച്ചോ. ഓക്കെ, സെറ്റ്. അതിന് നമ്മുടെ 3 പ്രൊഡക്റ്റ് നമ്മുടെ കടയിൽ വെച്ചേക്കാണ്. സോ ഇത് നമുക്ക് ഇതിനൊക്കെ പ്രൈസ് ഇടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കി നോക്കാം. അതേ കേസ് നമുക്കിതിൻ്റെ പ്രൈസ് ഇടണം. ഓക്കെ, ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് $4.83 ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിനൊരു $6 $5 ഇട്ടാൽ പോരെ കേസ്? $5 വേണ്ട, നമുക്ക് $6 ഇടാം. $6. ഓക്കെ, അതിന് $6 ഇട്ടേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാത്തിനും $6 ഇടാം. ഓക്കെ, നമുക്ക് ഇതിനും $6 തന്നെ ഇട്ടേക്കാം. ഓക്കെ, നമുക്കിതിനും $6 തന്നെ ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബ്രെഡിനും കൂടി പ്രൈസ് ഇടാം. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് $3.96 ആണ്. ഓക്കെ, സോ നമുക്ക് $4.50. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ 3 പ്രൊഡക്റ്റിന് പ്രൈസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കട അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇൻ 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, സെറ്റ്. സോ നമ്മുടെ കട അങ്ങനെ ഓപ്പൺ ചെയ്തേക്കാണ്. സോ ഓക്കെ, ഓൾറെഡി കസ്റ്റമേഴ്സ് ഒന്ന് തുടങ്ങി. മാൻ, ലെറ്റ്സ് ഗോ. ഓക്കെ ചേട്ടാ, കമോൺ. ഓക്കെ, ഈ ചേട്ടൻ ബ്രെഡാണ് കേസ് മേടിച്ചേക്കണേ. ഓക്കെ, ചേട്ടൻ കാർഡ് തന്നിട്ടുണ്ട്. കാർഡ് നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ $4.50 ആണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്ത ആൾ വരട്ടെ. ഓക്കെ, ഈ ചേച്ചി ക്യാഷ് ആയിട്ടാണ് നമുക്ക് തന്നേക്കണേ. അപ്പോൾ നമുക്ക് ബാലൻസ് കൊടുക്കണം $1. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ വരട്ടെ. ഓക്കെ, ഈ ചേട്ടന് ക്യാഷ് ആയിട്ടാണ് തന്നേക്കണേ. സോ ബാലൻസ് നമുക്ക് കൊടുക്കണം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, സോ ഗൈസ് നമ്മുടെ കയ്യിലിപ്പോൾ $43 ആയിക്കാണ്. സോ ഇനിയും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ അങ്ങനെ ഫൈനലി $103 ആയേക്കാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ കടയിൽ തീർന്നു പോയ എല്ലാ പ്രൊഡക്റ്റിനും തിരിച്ച് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല 3 പുതിയ പ്രൊഡക്റ്റ് കൂടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പോയിട്ട് നമ്മുടെ കട അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, കട ഓൾറെഡി ഓപ്പൺ ആണ്. പിന്നെ എന്താണ് കസ്റ്റമേഴ്സൊന്നും വരാത്ത? ഓക്കെ, കസ്റ്റമേഴ്സ് ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. സോ നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഷെൽഫ്, ഫ്രിഡ്ജ് A, ഫ്രിഡ്ജ് B, ഫ്രീസർ, സ്പോട്ട് ലൈറ്റ്, എ സ്മോൾ റാക്ക്. ഓക്കെ, നമുക്കൊരു ലെവൽ 5 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ പ്രൊഡക്റ്റായിട്ട് മേടിക്കാം ഗൈസ്. കാരണം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷെൽഫിൻ്റെ ആവശ്യം നമുക്കുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടി കഴിയട്ടെ. ഓക്കെ, മാനേജ്മെൻറ്റിൽ എന്താ സംഭവം? ഓക്കെ, പ്രൊഡക്റ്റ് ലൈസൻസ് 1, പ്രൊഡക്റ്റ് ലൈസൻസ് 2, $200 അപ്ഗ്രേഡ്. സോ നമുക്കിന്ന് പ്രൊഡക്റ്റ് ലൈസൻസ് 1ൻ്റെ അപ്ഗ്രേഡ് നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, നമ്മളിൽ കുറച്ച് പ്രൈസ് കിട്ടട്ടെ. ഒരു $400 ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്താണുള്ളത്? അവിടെ നമുക്ക് ക്യാഷ്യറിനൊക്കെ ഹയർ ചെയ്യാൻ പറ്റും. ക്യാഷ്യർ, റീസ്റ്റോക്കറിനൊക്കെ ഹയർ ചെയ്യാം. അപ്പോൾ അത് കൊള്ളാം. ക്യാഷ്യർ ഡെയിലി $80. നമുക്ക് തന്നെ ഒരു ദിവസം $80 കിട്ടുന്നുണ്ടോ എന്നതിന് സംശയമാണ്. അപ്പോഴാണ് ഇനി ക്യാഷ്യറിന് $80 കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് ഹയർ ചെയ്യാം കേസ്. ഓക്കെ, നമുക്കാണെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ വേണ്ട കേസ്. കാരണം നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും. പിന്നെ നമുക്ക് പാടായിരിക്കും. ഓക്കെ,
സോ നമുക്കൊരു $500 ഒരു $600 എത്തുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഓക്കെ, കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് നൈറ്റ് ടൈം ആയേക്കാണ്. ഓക്കെ, സോ നമ്മുടെ കട ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് കട ക്ലോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ നമുക്ക് ഇന്നത്തെ ദിവസത്തെ റിസൾട്ട് നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് 16, പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് 1, പ്രൊഡക്റ്റ് ഫൗണ്ട് എക്സ്പെൻസീവ് 9, ഷോർട്ട് ചേഞ്ച് 0, ടോട്ടൽ കസ്റ്റമേഴ്സ് 24. ഓക്കെ, സോ നമുക്ക് ഇന്ന് ടോട്ടലായിട്ട് കിട്ടിയ എമൗണ്ട് $309 ആണ്. ഓക്കെ, സോ അത് കൊള്ളാം, നല്ലൊരു എമൗണ്ട് ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ കൊടുക്കാം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മുടെ കടയിലെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ തിരിച്ച് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ കട എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് വരാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ അക്കൗണ്ടിൽ $450 ആയി കാണും. ഓക്കെ, സോ നമുക്ക് കുറച്ച് പുതിയ പ്രൊഡക്റ്റൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് വേണം നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, $200 പർച്ചേസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമുക്കിനി കുറച്ച് പുതിയ പ്രൊഡക്റ്റൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എൻ്റെ മോനെ കുറേ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് ഗൈസ്. നമുക്കിതെല്ലാം ഓരോന്നായിട്ട് മേടിക്കാം. ഓക്കെ, ടീ ബ്ലാക്ക്, കോഫി ഡാർക്ക് പൗഡർ. ഓക്കെ, നമുക്കിതെല്ലാം ഓരോന്നായിട്ട് മേടിക്കാം. പിന്നെ നമുക്ക് പാസ്ത പറഞ്ഞാൽ മേടിക്കാം, കാരണം അത് നമ്മുടെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ട്. ഓയിൽ മേടിക്കാം. ഓക്കെ, അതും തീർന്നു പോയി. സോ ടോട്ടൽ $137 ഉണ്ട്. കുഴപ്പമില്ല, പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ എഗ്ഗ് 8 പാക്ക് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ബോട്ടിൽ ഓഫ് വാട്ടർ അതും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അത്രമാത്രം പൈസ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് എഗ്ഗ് 8 പാക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, സെറ്റ്. സോ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മോന് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഇതെന്തായിരുന്നു കോഫി ഡാർക്ക് പൗഡർ അങ്ങനെ കണ്ടിരുന്നില്ലേ? അതെ. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പോയി എടുക്കാം. ഓക്കെ, ഇതെന്താണ്? മറ്റേ നമ്മുടെ ഫ്ലോർ ആണ്. ഓക്കെ, ഫ്ലോർ കുറേ ഇരിപ്പുണ്ടല്ലോ. നമുക്കിവിടെ വെച്ചേക്കാം ഗൈസ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ച് റീഫിൽ ചെയ്യാം. നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, സോ നമുക്ക് പോയിട്ട് അടുത്ത പ്രോഡക്റ്റ് എടുക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് എനിക്ക് ഈ ഗെയിം ഇഷ്ടമായി, കിടിലൻ ഗെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ എഗ്ഗാണ്. സോ ഇതിവിടെ വയ്ക്കാം. എടാ, ഇത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്രൊഡക്റ്റാടാ. ഉയ്യോ, എടാ ഇത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്രൊഡക്റ്റ് ആയിരുന്നടാ. പണി പാളിയെന്നാണ് തോന്നണേ. നമുക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം ഗൈസ്. നമുക്ക് മേടിക്കാൻ പിന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം നമുക്കൊന്ന് വയ്ക്കാം. ഓക്കെ, ഷുഗർ ഉണ്ട്. ഇതോടെ വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ തിരിച്ച് റീഫിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് മേടിക്കാം. ഓക്കെ, നമ്മുടെ പാസ്തയാണ്. ഇതോടെ വയ്ക്കാം. പാസ്ത തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ടല്ലോ. ഇതെന്താ? ഇത് നമ്മുടെ ടീ ബ്ലാക്ക്. നമുക്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കാം. നമുക്ക് ഈ എല്ലാ പ്രൊഡക്റ്റിനും പ്രൈസ് ഇടണം. ഓക്കെ, പുതിയ പ്രൊഡക്റ്റിനൊക്കെ പ്രൈസ് ഇടണം. ഓക്കെ, നമുക്കിനി പോയിട്ട് എല്ലാ പ്രൊഡക്റ്റിനും പ്രൈസ് ഇടാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ $797 ആയേക്കാണ്. സോ നമുക്ക് ഒരു ഫ്രിഡ്ജ് അങ്ങ് ഓർഡർ ചെയ്യാം. ഓക്കെ, ഫ്രിഡ്ജ് പർച്ചേസ്. ഓക്കെ, പിന്നെ നമുക്ക് 2 പ്രൊഡക്റ്റ് കൂടി മേടിക്കാം. ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാനുള്ള 2 പ്രൊഡക്റ്റ്. ഒരു മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബോട്ടിൽ ഓഫ് വാട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, എടാ ഫ്രിഡ്ജ് അവിടെ പോയടാ. ഫ്രിഡ്ജ് ഏതാ? ഇതാണോ ഫ്രിഡ്ജ്? ഇതാണ് ഗൈസ് ഫ്രിഡ്ജ്. ഓക്കെ, സോ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള ബട്ടൺ ഏതാ? ഓക്കെ, ഇതാണ്. ഓക്കെ, നമുക്ക് ഇച്ചിരി ഇങ്ങോട്ടേക്ക് ചിരിച്ച് വയ്ക്കാം. ഇത് ഒരുപാട് കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങോട്ടേക്ക് റൈറ്റ്. ഇത് മതി എന്ന് തോന്നുന്നു ഗൈസ്. ഇത് മതി. പ്ലേസ് ചെയ്യണം. ഓക്കെ, സെറ്റ്. നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ അകത്തൊക്കെ വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാനുള്ള പ്രൊഡക്റ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കില്ലായിരുന്നു. ഓക്കെ, സോ അത് വെച്ചേക്കാണ്. നമുക്കിനി ബാക്കി 2 പ്രൊഡക്റ്റും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കണം. നമ്മൾ 2 പ്രൊഡക്റ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാനുള്ള. ഇത് ബോട്ടിൽ ഓഫ് വാട്ടറാണ്. പിന്നെ ഗൈസ് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാനുള്ള പ്രൊഡക്റ്റിന് നല്ല റേറ്റാണ്. $10 $15 ഒക്കെയാണ് റേറ്റ്. സോ നമുക്ക് നല്ല പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, സോ നമുക്ക് പോയിട്ട് അടുത്ത പ്രൊഡക്റ്റ് കൂടി എടുത്ത് വയ്ക്കാം. അതെന്തായിരുന്നു ഗൈസ്? മിൽക്ക് അല്ലായിരുന്നോ? ആദ്യം മിൽക്ക്. സോ ഇതുകൂടെ വയ്ക്കാം. മിൽക്കിനൊക്കെ എനിക്ക് തോന്നുന്നു $15 $10 അത്രയും കണ്ടുണ്ട്. ഓക്കെ, നമുക്ക് അടിയിലും കൂടി വയ്ക്കാം. ഓക്കെ, നമുക്കിനി ഇതിനെല്ലാത്തിനും പ്രൈസ് ഇടണം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ കട അങ്ങ് ഓപ്പൺ ചെയ്യാം.
ഓക്കെ നമുക്ക് പോയിട്ട് പ്രൈസ് എല്ലാത്തിനും പ്രൈസും കിടാം. ഓക്കെ ലെറ്റ്സ് ഗോ. സോ ഗൈസ് ഫൈനലി അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ $1000 ആയി കാണുക. സോ കുറച്ച് നേരം എടുത്ത് ഉത്തരം ഉണ്ടാകാനൊക്കെ. സോ നമ്മുടെ കടയിലെ മിക്ക എല്ലാ പ്രൊഡക്റ്റും തീർന്നു പോയാണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ പ്രൊഡക്റ്റൊക്കെ മേടിക്കണം. ഇവിടെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള പല പ്രൊഡക്റ്റൊന്നും വിറ്റ് പോയില്ല, പക്ഷേ നല്ല റേറ്റാണ് ഗൈസ് എല്ലാത്തിനും. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ കട അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റൊക്കെ മേടിക്കണം, പുതിയ പുതിയ ലൈസൻസൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ സോ അതൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റോട്ട് 1K എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യൊക്കെ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.